ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് ഹോമിലാണ് ഞാനിപ്പോൾ. അപ്പോൾ കൊച്ചിയിലെത്തിയെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകാൻ പോവുകയാണ്, തൃശ്ശൂർ ഭാഗത്തേക്ക്. തൃശ്ശൂർ പെരിങ്ങോട്ടുകര ആ ഭാഗത്തേക്കാണ് പോണത്. പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷ്ണുമായ ക്ഷേത്രമുണ്ട്, കാണാടിക്കാവിലെ വിഷ്ണുമായ ടെമ്പിൾ. അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു തരാം ഡീറ്റെയിലായിട്ട്. അവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യം അങ്ങനത്തെ അല്ല. എന്തായാലും നല്ലൊരു ഹോളി യാത്രയാണിത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ റെഡിയായി കഴിഞ്ഞു, ഇനി ബാഗൊക്കെ എടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ടാണ് എത്തിയത്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പോകുള്ള യാത്ര. പെരിങ്ങോട്ടുകര കാണാടിക്കാവിൻ്റെ ക്ഷേത്ര നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഉച്ചപൂജയുടെ സമയമാണ്. ഇപ്പോൾ നട തുറന്നിട്ടുണ്ടാകും. ആദ്യം അകത്ത് പോയി പ്രാർത്ഥിക്കാം. ഇത് ഭുവനേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയാണ്. നമ്മൾ വിഷ്ണുമായ ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ പ്രാർത്ഥിച്ച് ചുറ്റമ്പലം ചുറ്റി വന്നിട്ട് അടുത്ത വരുന്ന ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെയാണ്. ഇവിടെയും പ്രാർത്ഥിക്കുന്നു. വിഷ്ണുമായ സ്വാമിയുടെ അവിടെ നിന്ന് നമ്മുടെ പ്രസാദം വാങ്ങിയിട്ട് അതിനകത്ത് കുറേ പൂക്കൾ എല്ലാം ചേർന്നിട്ടാണ് തരുന്നത്. അപ്പോൾ ഇതിൽ തെറ്റിപ്പൂവുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ദേഹമാസകലം ഒഴിഞ്ഞിട്ട് 21 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി ഇവിടെ 390 കുട്ടിച്ചാത്ത സ്വാമികളിരിക്കുന്ന ഈ നടയിൽ വന്നിട്ട് ഇവിടെ ഈ ഉരുളിയിൽ സമർപ്പിക്കണം. അപ്പം നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ വിളി ദോഷങ്ങൾ, കണ്ണീർ, അങ്ങനത്തെ ഒരുപാട് ദോഷങ്ങളുണ്ടാവില്ല. ആ ദോഷങ്ങളെല്ലാം മാറാനായിട്ടുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികൾ വന്ന് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരുപാട് ഉപദൈവങ്ങളുണ്ട്. ഭദ്രകാളി ഇവിടുത്തെ ഉപദൈവമായിട്ട് ഇവിടെ ഉണ്ട്. അവിടെ എല്ലാ ഉപദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ ഭദ്രകാളി പ്രതിഷ്ഠ അവിടെ പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് വിഘ്നേശ്വരൻ്റെ വിഗ്രഹം ഇവിടെയാണ്. അത് കഴിഞ്ഞാൽ നാഗരാജാവ്, നാഗയക്ഷി ആ ഭാഗം. ഇപ്പോൾ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠയുള്ള ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയും പ്രാർത്ഥിച്ചു. പാട്ടമ്പലം എന്ന് പറയുന്ന മണിമണ്ഡപത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതൊരു നടുക്കായിട്ടാണ് വരുന്നത്, നടുഭാഗത്തായിട്ട്. അത് കുറച്ചുകൂടെ വിശദമായിട്ട് അങ്ങോട്ട് പോയി കാണാം. ഇപ്പോൾ അതിനകത്ത് നിറച്ച ആൾക്കാരിരിക്കുവാണ്. ഇവിടുത്തെ എല്ലാ ഉത്സവങ്ങളും കളമെഴുത്ത എല്ലാ കാര്യങ്ങളും ഈ മണിമണ്ഡപത്തിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് സാധാരണയായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാരകത്തുണ്ട്. അതായത് ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് എല്ലാ ദിവസവും. അന്നദാനത്തിനായിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് അകത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് മണിമണ്ഡപത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഊട്ടുപുരയാണ്, അതായത് അന്നദാനപ്പുര. ഈ ഓരോ ദിവസവും വ്യത്യസ്തമായ കറികളായിരിക്കും. ഇന്നിപ്പോൾ ചോറ്,
പിന്നെ സ്വാമിയുടെ പ്രസാദമായിട്ടുള്ള വെള്ളപ്പായസം, പിന്നെ ഇഞ്ചിപ്പുളി, മത്തങ്ങ അരിശ്ശേരി, പപ്പടം, ഒരു അച്ചാറുണ്ടാകും. അച്ചാറായിട്ടാണ് ഇന്നിപ്പോൾ ഇഞ്ചിപ്പുളിയാണ്, അല്ലെങ്കിൽ മാറി മാറിയായിരിക്കും. പിന്നെ ചോറ്, സാമ്പാർ, രസം മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങും, അന്നദാനം. അപ്പോൾ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അതെല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്. പാൽപ്പായസം ഭഗവാനെ. കാണാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ മഠാധിപതിയാണ് ഡോക്ടർ കെ വിഷ്ണു ഭാരതി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ. അദ്ദേഹവുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സ്വാമി, കുറേ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. അതായത് ഒരുപാട് കേട്ടിട്ടുണ്ട്, ധാരാളം ഭക്തരുള്ളൊരു സ്ഥലമാണ്. എനിക്കിവിടെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ വിഷ്ണുമായ കുട്ടിച്ചാത്ത സ്വാമിയുടെ ഭഗവാൻ വിഷ്ണുമായ സ്വാമി ശിവപാർവതി പുത്രനാണ്. ശിവപാർവതി പുത്രൻ. ബൃങ്കാസുരനെയും ജലന്ധരനെയും എന്ന രണ്ടുപേരായ അസുരന്മാരെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ ജന്മമെടുത്തത്. ഈ അസുരന്മാര് ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ വാങ്ങിയിരുന്നു. അവരെ വധിക്കാൻ ആർക്കും സാധിക്കരുതെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ വധിക്കുകയാണെങ്കിൽ ഒരു ശിശുവിനെ കൊണ്ടോ ഉള്ള മരണം സംഭവിക്കണം. അതായത് അവർ അസംഭവ്യമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് അവർ ആഗ്രഹിച്ചത്. നടക്കില്ല എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ? 7 വയസ്സിന് മുകളിൽ പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു ശിശുവിന്റെ കയ്യിൽ മാത്രം. ഓക്കെ, ഗർഭപാത്രത്തിൽ ജനിക്കാത്ത ഒരു 7 വയസ്സിനകത്തുള്ളൊരു കുട്ടിക്ക് മാത്രമേ ഈ ജലന്ധരൻ അഥവാ ഈ ഒരു ബൃങ്കാസുരനെ നിഗ്രഹിക്കാനായിട്ട് പറ്റാവുള്ളൂ എന്നുള്ളൊരു വരമാണ് ബ്രഹ്മാവിൽ നിന്ന് വാങ്ങി വെച്ചത്. അത് തന്നെയല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പകുത്ത് രണ്ടായി വിഭജിച്ച് നൽകണമെന്നുള്ള അതും ബ്രഹ്മാവിൽ നിന്നുള്ള വരം വാങ്ങിച്ചു. അതായത് 2 ഭാഗത്തായിട്ട് ആത്മാക്കൾ വെക്കുന്നത്, ഡിവൈഡ് ചെയ്തിട്ട്. അങ്ങനെ ഒരു വരവും പിന്നെ ഒരു 5 ബ്രഹ്മാസ്ത്രവും വാങ്ങി അദ്ദേഹം ആവശ്യപ്പെട്ടു, അതും ബ്രഹ്മാവ് നൽകി. അങ്ങനെ ഒരു വരം വാങ്ങിച്ചൊരു അസുരനാണ് ബൃങ്കാസുരനും. ഭഗവാൻ വിഷ്ണുമായ ജനനം കാട്ടിലാണ്. ശിവനും പാർവതിയും ഈ വേടന്മാരുടെ രൂപത്തിൽ വേഷന്മാര് കാട് ഈ നാടും ഈ ലോകം നാടും കാണാനായിട്ടുള്ള സഞ്ചരിക്കാനുള്ളൊരു ആഗ്രഹത്തിലാണ് അവർ ആ രീതിയിലാണ് പുറപ്പെടുന്നത്. അപ്പം മലയന്മാരെല്ലാം ഒരു ദിവസം ഇവർ ഈ ശിവനും പാർവതിയും കണ്ടപ്പോൾ മലയന്മാരെന്ന് പറഞ്ഞാൽ ആദിവാസികളെ കണ്ട് ഇവരൊക്കെ അതിനുള്ള സൗകര്യം അവിടുത്തെ ആദിവാസികളുടെ ഒരു രാജാവുണ്ടായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ ആശ്രമം കെട്ടി താമസിക്കുന്ന അവസരത്തിൽ പരമശിവൻ ഒരു ദിവസം കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ആറിൻ്റെ കരയിൽ ഒരു സ്ത്രീ എന്നുവെച്ചാൽ കാട്ടു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സുന്ദരിയും കണ്ടാൽ ആരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സ്ത്രീ ആയിരുന്നു, അല്ല സൗന്ദര്യം കൊണ്ട്. അപ്പോൾ ശിവനും ഈ സ്ത്രീനെ കണ്ടപ്പോൾ വളരെ ആഗ്രഹം തോന്നി. അവരോട് ശിവൻ്റെ ഇങ്ങനെ അങ്ങോട്ട് പറയണം. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഹൃദമാണ്, അതുകൊണ്ട് അങ്ങ് പറയുന്ന ആ ഒരു ദിവസം ഞാൻ ആ സ്ഥലത്ത് വരാം എന്ന് പറയാം. ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു വരിക്കപ്ലാവിൻ്റെ ചോട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയോട് പറയും. അപ്പോൾ ഈ സ്ത്രീയാണെങ്കിൽ ഈ പാർവതി ഭക്തിയും നല്ലൊരു ഭക്തയായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ പാർവതിയെ ധ്യാനിക്കാൻ തുടങ്ങി. പാർവതി പ്രത്യക്ഷപ്പെട്ടു ഈ കാര്യങ്ങളൊക്കെ പാർവതിയെ ധരിപ്പിച്ചു. അപ്പോൾ പാർവതി പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ അതിനുള്ള പരിഹാരം ഞാൻ ചെയ്തോളാം എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ദിവസം ആ സമയത്ത് ഈ പാർവതി ദേവി ഈ രൂപത്തിൽ പാർവതി ദേവി ഈ മലയസ്ത്രീ രൂപത്തിൽ ശിവഭഗവാന്റെ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു.
അങ്ങനെ സംഗമിച്ചു. അതിൽ നിന്ന് ഈ ശിവന്റെ ആ ശക്തി മുഴുവൻ ഭൂമിയിലേക്ക് വന്നു. അത് കാട്ടുകിഴങ്ങിൽ അതിന് കാട്ടുകിഴങ്ങിന്റെ ഉള്ളിലേക്ക് ശിവപാർവതിമാർ സംഗമിച്ചുണ്ടായ ആ ശക്തി ഒരു കിഴങ്ങിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് അതിൽ നിന്നാണ് വിഷ്ണുമായ എന്ന് പറയുന്ന ഭഗവാൻ ഒഴുകി വന്ന് അത് കാട്ടുകിഴങ്ങിൽ നിക്ഷേപിച്ചു. അതാണ് വിഷ്ണുമായ ഭഗവാന്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറയുന്നത്. കാട്ടുസ്ത്രീനെ വീണ്ടും പാർവതി വിളിച്ചു വരുത്തി കുഞ്ഞിനെ വളർത്താൻ കൊടുത്തു. ഈ കാട്ടുകിഴങ്ങിന്റെ ഉള്ളിലാണ് ഈ കുട്ടിയുണ്ട്. നീ പോയി അതിനെ വളർത്തിക്കൊണ്ടു. 7ാമത്തെ വയസ്സിൽ നീ കൈലാസത്തിലേക്ക് ഈ കുട്ടീനെ പറഞ്ഞയക്കണം. ഈ ഭൃംഗാസുരനെ വധിക്കാന്നുള്ളതാണല്ലോ, വിഗ്രഹിക്കാന്നുള്ളതാണല്ലോ ഈ കുട്ടിയുടെ ജന്മം. അപ്പോൾ 7ാമത്തെ വയസ്സിൽ നാരദൻ ഈ കാര്യം കുട്ടീനെ അറിയിക്കുകയാണ്. അപ്പോൾ ആ നാരദന്റെ നിർദ്ദേശപ്രകാരം ഈ കുട്ടി അമ്മയുടെ നിർദ്ദേശപ്രകാരം കൈലാസത്തിലേക്ക് ചെല്ലാണ്. ആ കൈലാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ശിവഭൂതങ്ങൾ തടഞ്ഞു. കാണാൻ പറ്റില്ല പറഞ്ഞു. ഒരു കുട്ടിയാണ് ചെന്നപ്പോൾ അവർ അങ്ങനെ കൈലാസത്തിൽ അങ്ങനെ പോകാൻ തന്നെ തടഞ്ഞു. അപ്പോൾ ഈ കുട്ടി ശരി മഹാവിഷ്ണുവിന്റെ രൂപം പൂണ്ടു. എങ്ങനെ വേണമെങ്കിലും രൂപം അതിനുള്ള ശക്തി കൊടുത്തുണ്ടല്ലോ. ആ രൂപം പൂണ്ട് കൈലാസത്തിലേക്ക് പോകാൻ പരമശിവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരെ വിളിച്ചിരുത്തി ആ കുട്ടിക്ക് വേണ്ട ഗീതോപദേശങ്ങളും ആയുധങ്ങൾ, ഈ കുറുവടി ആയുധം ഉണ്ടല്ലോ അത് നൽകി. ഇയാളുടെ നെഞ്ച് പിളർന്ന് 2 ഭാഗത്ത് ആത്മാവിരിക്കുന്നുണ്ടല്ലോ, ആത്മാവിരിക്കുന്നുണ്ട് നെഞ്ചത്ത്. ആ 2 നീ ഈ കുട്ടിയോട് പറഞ്ഞു അത് നിഗ്രഹിക്കണമെങ്കിൽ ഈ കുറുവടി കൊണ്ട് നല്ലോണം ശരിക്കും ശക്തമായി അടിച്ചാൽ മാത്രമേ ഇയാളും മരണപ്പെട്ടുള്ളൂ. അങ്ങനെയുള്ള ഉപദേശം എല്ലാം കൊടുത്തു. കാട്ടിൽ വലിയ യുദ്ധം നടന്നു. ഇങ്ങനെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ വിഷ്ണുമായ 400 രൂപത്തിലങ്ങടായി ഇയാളെ പരാജയപ്പെടുത്താനായിട്ട്. അപ്പൊ ഇയാൾക്ക് ഇത് വിഷ്ണുമായ ശരിയായ വിഷ്ണുമായ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ബ്രഹ്മാസ്ത്രം 10 എണ്ണങ്ങൾ വിട്ടു. അല്ല, ഈ 10 ബ്രഹ്മാസ്ത്രം ഓരോ അസ്ത്രങ്ങളും ഓരോ കുട്ടിച്ചാത്തന്മാര് ഒഴുങ്ങി. അതിന് 10 ആയുധം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പിന്നെ ആയുധങ്ങളൊന്നും ഇല്ലാണ്ടായി. അപ്പോഴും കുട്ടിച്ചാത്തന്മാരുണ്ട്, കാരണം 400-ൽ 10 കുറവുള്ളൂ. 390 കുട്ടിച്ചാത്തന്മാർ. അതെ, അതാണ് ഇവിടെ 390 കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടല്ലോ അവിടെ. ആ യുദ്ധത്തിൽ പിന്നെ ഇയാൾക്ക് രക്ഷയില്ലായിരുന്നു. പിന്നെ ഈ കുറുവടി ഭഗവാൻ നേരിട്ട് നിന്ന് ഉള്ള യുദ്ധം നേരിലുള്ള യുദ്ധമായി. അയാളെ നെഞ്ചത്തിരിക്കുന്ന 2 ആത്മാക്കളെ ഈ കുറുവടി കൊണ്ട് അടിച്ചു. വലിയ ദിവശക്തിയുള്ള പാർവതി ദേവി അമ്മ കൊടുത്തതാണ് ഈ കുറുവടി എന്ന് പറഞ്ഞാൽ വടിച്ചളമ്പില്ല തുള്ളി വരുമ്പോൾ കാണുന്നത്. അതാണ് ഭഗവാന്റെ ആയുധം. അതുകൊണ്ടാണ് ഇടിച്ച് ശരിക്കും ശക്തിയായിട്ട് ഇടിച്ച് കൊന്നു. അതുകൊണ്ട് അയാളെ ആ അവതാരത്തിന് ഉള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ചെല്ലാറ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അവതാരങ്ങൾ എടുത്ത കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇനിയെന്താ അപ്പോൾ ഇനി മേലിലും ഈ മനുഷ്യന്മാരുടെ ലോകത്തിലും മനുഷ്യന്മാരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ശുദ്ധമാരുന്ന അഭിചാര ദോഷങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് അവർക്ക് നന്മ ചെയ്ത് നീ ഭൂമിയിൽ എന്നെ കുടികൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അതാണ് അങ്ങനെയാണ് ഭൂമിയിലേക്ക് വരികയും ഒരു 10 തലമുറ സ്വാമിയുടെ ഒരു 10 തലമുറ മുന്നേ ഉള്ള മുത്തശ്ശന്മാരുടെ കാലത്തായിരിക്കണം അല്ലേ? ചിറക്കൽ കളരിവാതിക്കൽ, അതിപ്പോഴും ആ ക്ഷേത്രം വലിയ ക്ഷേത്രം. ചിറക്കൽ കളരിവാതിക്കൽ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് ഞങ്ങളുടെ ധർമ്മദൈവം. മുത്തശ്ശൻ ഏറ്റവും ജനറേഷൻസ് ബാക്ക് ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളോടെയും കഠിന തപസ്സോടുകൂടി അവിടെ പോയി ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് ഉപാസിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് സന്തതി പരമ്പരകളായിട്ട് പിന്നീട് പരമ്പരയായിട്ട് ആ അനുഗ്രഹം കിട്ടി പോവാണ്. അനുഗ്രഹം കൊണ്ടാണ് ആ ആഗ്രഹമാണ് ഞങ്ങൾക്ക് അത് ഉപാസനകളും മൂലമന്ത്രങ്ങളും ശക്തിമന്ത്രങ്ങളും അന്നത്തെ തന്നെയാണ് ഇപ്പോൾ കൈമാറിയ ഞങ്ങളുടെ കാരണന്മാർക്കും അവരുടെ പൂർവികന്മാരും
ആ ഉപാസന ചെയ്ത് ഇപ്പോഴും അത് കൈമാറി പോകുന്നു. ഞാനാണ് ഇപ്പോൾ അവസാനം ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ ഇപ്പോഴത്തെ മഠാധിപതിയായിട്ട് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന അദ്ദേഹം ആണ്. എല്ലാ ജാതിക്കാരും വരും. അങ്ങനെ ഒരു ജാതി വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഹിന്ദുക്കൾക്ക്. ഓ അതൊരു വലിയൊരു കാര്യമാണ്. കാര്യം നമ്മൾ പല പണ്ടേ മുതൽ അങ്ങനെ ജാതി ഭേദമന്യേ എല്ലാവരും പണ്ടേ മുതൽ വരും. ഇനി ചാത്തൻ സ്വാമിയുടെ ഉപദ്രവങ്ങളായിട്ടും വരും. കല്ലേറ്, തീ കത്തല്. ചാത്തൻ സ്വാമിയുടെ ഉപദ്രവം എന്ന് പറഞ്ഞു വരുമോ? അങ്ങനെയുണ്ട്. ചാത്തൻ സ്വാമിയുടെ ഉപദ്രവങ്ങളായിട്ട് വരും. അങ്ങനെ വെറുതെ ആരും ഉപദ്രവിക്കില്ല. ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് സത്യത്തിന്റെ മൂർത്തിയാണ് വിഷുമായ. അപ്പൊ സത്യം അസത്യം നടക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്നിടത്ത് അവര് ചില മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും. അവർക്ക് അതെ ഉപദ്രവം കാണിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിഹാരം അല്ലാണ്ട് ഒരു അകാരണമായിട്ട് വിഷ്ണുവായ സ്വാമി ആരും ഉപദ്രവിക്കില്ല. അങ്ങനെയുള്ള ഒരു ധാരണയുണ്ട്. ചില തെറ്റിദ്ധാരണകളുണ്ട്. അതായത് കുട്ടിച്ചാത്ത സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കണമെന്ന് പറയുന്നവരുണ്ട്. അത് ചിലപ്പോൾ ഉപദ്രവിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന നിർത്തിയാൽ ഉപദ്രവിക്കുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രീതി ചില ആൾക്കാർ പറയും. പക്ഷെ അങ്ങനെ കൊടുക്കാതെ മനസ്സിൽ പ്രാർത്ഥിച്ച വഴിപാടുകൾ കൊടുത്തിരിക്കണം. അത് മസ്റ്റാണ് അല്ലേ? എന്തെങ്കിലും പ്രാർത്ഥനയോടുകൂടി നേർന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൊടുക്കണം, ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, സിംബോളിക്കായിട്ട് കുറച്ച് അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ വന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. അതായത് നമ്മൾ വെറുതെ ഒന്നും പ്രാർത്ഥിക്കരുത്. എന്തെങ്കിലും മനസ്സറിഞ്ഞ് ഭഗവാന്റെ അടുത്ത് ഒരു പൂജ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ പൂജ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ പലതരം പൂജകളുണ്ടല്ലോ. ഇവിടെ എന്തൊക്കെ പൂജകളാണ്? ശക്തി പൂജ, 390 കുട്ടിച്ചാത്ത. ഇന്നിപ്പോ ഒരു അമാവാസി ദിവസമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വളരെ ഗംഭീരമായ പൂജ ഇവിടെ നടക്കുന്ന ദിവസമാണ്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി ഇന്ന് തന്നെ വരാൻ പറ്റിയത്, അമാവാസി ദിവസം. പിന്നെ അതുപോലെ ഇവിടെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പൂജയ്ക്ക് ഇവിടെ ഭഗവാനെ നേദിക്കാറുണ്ട് അല്ലേ? അത് ചൊവ്വാഴ്ചകളിലും ശക്തി പൂജയ്ക്ക് ചിക്കൻ്റെ എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കി ഒരു പ്രത്യേക രീതിയിൽ പാകം ചെയ്തിട്ട് അതും ഭഗവാന് മധു കള്ളന് മധു, തെങ്ങിൻ്റെ ചെത്തുകളിൽ അതും കോഴി ഇറച്ചി കൊണ്ടുള്ളൊരു പ്രത്യേക വിഭവം. ഇതും ആ പൂജയുടെ ഭാഗമാണ്. അത് അമാവാസി ദിവസവും ശക്തി പൂജ നടക്കുമ്പോൾ മാത്രം കുട്ടിച്ചാത്ത സ്വാമിയുടെ. ഇങ്ങനെ നോൺ വെജിറ്റേറിയൻ കൊണ്ട് പൂജിക്കുന്ന വേറെയും പല ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. ഇതിലും ഉണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുണ്ട്, പാലക്കാട് ഭാഗത്ത് ഒരു ക്ഷേത്രത്തിലുണ്ട്, അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പൂജയുടെ ഭാഗമാണ്. ചോറ്റാനിക്കരയൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു അല്ലേ? ശരി. അപ്പോൾ നമുക്കത് കെട്ടുകഴിയാണ്. പിന്നെ ചിലപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയുണ്ട്. ശക്തി പൂജയുടെ ഭാഗമായിട്ട് അത് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുകയും ചെയ്യും. വേണമെങ്കിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന എല്ലായിടത്തുനിന്നും വരുന്നുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നു. അതെ അതെ. അപ്പൊ ഇങ്ങനെ കുറച്ചുപേരെ കണ്ടുള്ളൂ. വൈകുന്നേരം കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. മലേഷ്യ വിദേശികളും വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? ഇതിപ്പോ 1 മണി സമയമാകുന്നു ഏകദേശം. ഇപ്പോഴാണ് ഇവിടുത്തെ നൃത്തം, അതായത് വെളിച്ചപ്പാട് നൃത്തം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആൾക്കാർ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സങ്കടങ്ങൾ ബോധ്യപ്പെടുത്താനും അതനുസരിച്ച് പരിഹാര ക്രിയകൾ അവിടെ അരുളി ചെയ്യുന്നുണ്ടാവും. നൃത്തത്തിലെത്തി കൽപ്പന കേൾക്കുക എന്നുള്ള ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനി നമുക്കും അങ്ങോട്ട് പോയിട്ട് ആ കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം, സ്നേഹം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിലും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നന്ദിയുണ്ട്. കൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇവിടുത്തെ പൂജാരി വന്നിട്ട് വെളിച്ചപ്പാട് പോലെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയും. അതാണ് ഇപ്പോൾ നടക്കുന്നത്.
നന്നായി പ്രാർത്ഥിച്ച് ചാത്തന്മാരവിടെ ഒഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ വീട്ടിലൊന്ന് ഒഴിഞ്ഞ് കളയാം കേട്ടോ. തടസ്സങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ എല്ലാം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് കളയാം കേട്ടോ. വിഷ്ണുമായ ടെമ്പിളിൻ്റെ അവിടെ ഇത് കൽപ്പന സമയമാണ്. ഇവിടുത്തെ പൂജാരി വെളിച്ചപ്പാട് പോലെ വിഷ്ണുമായ ഭഗവാൻ ശരീരത്തിൽ കയറിയിട്ടാണ് ഇങ്ങനെ അരുളിപ്പാടൊക്കെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കൽപ്പന കേൾക്കാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ അതിൻ്റെ റെസീറ്റൊക്കെ മേടിച്ചിട്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഞാനപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യത്തിനൊന്നും അങ്ങനെ എന്താണ് കൽപ്പന എന്ന് വാങ്ങാനല്ല വന്നത്. ഞാനിതെല്ലാം കാണാനും പ്രാർത്ഥിക്കാനുമാണ്. അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കും അനുഗ്രഹം കിട്ടി. അപ്പോൾ അനുഗ്രഹിച്ച് തരുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ അനുഗ്രഹിച്ചിങ്ങനെ തന്നു. അപ്പോൾ ഈ പൂക്കളിൽ നിന്നും കുറച്ച് എടുത്തിട്ട്, ഇതെല്ലാം തെറ്റിപ്പൂവാണ്, എടുത്തിട്ട് ഞാനിങ്ങനെ എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ദോഷങ്ങളും എന്താ പറയുക, നമുക്കെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജീസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായുസഞ്ചാരം പോകുന്ന പോലെ ആ ഒരു ഫുൾ ബോഡിയിൽ ഇങ്ങനെ ആക്കിയിട്ടാണ് ഇത് ഇവിടെ നമ്മൾ 390 കുട്ടിച്ചാത്തൻ സ്വാമികൾ ഇരിക്കുന്ന ആ മണ്ഡപത്തിൻ്റെ ഭാഗത്ത് ഉരുളിയിലാണ് ഇടുന്നത്. ബാക്കി കുറച്ച് പൂക്കൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാ അംഗങ്ങളുടെ ദേഹത്തും ഇതുപോലെ ചെയ്തിട്ട് വീട്ടിൻ്റെ അതിർത്തി കടന്ന് കളയണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ബാക്കി കുറച്ച് പൂക്കൾ എടുത്തിട്ട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബയിൽ വെച്ചിട്ട് ₹1 നാണയവും ഇട്ടിട്ട് പൂജാമുറിയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇതുവഴി വരുമ്പോൾ ഇവിടെ ഇതുപോലെ ഈ ഉരുളിയിൽ കൊണ്ട് ഇടണം. അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും നെഗറ്റീവ്സും പോകും എന്നാണ് വിശ്വാസികൾ പറയുന്നതും അത് വിശ്വാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ മനപ്രയാസങ്ങളോ, നമുക്ക് ഒരുപാട് ശത്രു സംഹാര കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശത്രു സംഹാര പൂജയൊന്നുമല്ല, പക്ഷേ ശത്രുക്കൾ ചെയ്യുന്ന ദോഷങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇന്നൊരു അമാവാസി ദിവസമാണ്, രാത്രി വലിയൊരു പൂജയുണ്ട്. അപ്പോൾ അതിന് മുന്നേ ശക്തി പൂജയാണത്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണിത്. അതിങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നപരിഹാര കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ അതിങ്ങനെ വെളിച്ചപ്പാട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. അതങ്ങനെ പറയുന്നത്, അത് കേൾക്കാനായിട്ട് എല്ലാവരും ആകാംക്ഷപരമായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരെയായിട്ട് വിളിച്ചിരുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പോൾ പലതരം വിശ്വാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഞാൻ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പക്ഷേ ഭീമാപള്ളി പോയി വീഡിയോ ചെയ്തപ്പോഴും, അതുപോലെ ഇനിയിപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ വേളാങ്കണ്ണി പോയി വീഡിയോ ചെയ്താലും എവിടെ പോയാലും, അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളും അതുപോലെ ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് വിഷ്ണുമായ ടെമ്പിൾ. അപ്പോൾ ഇവിടുത്തെ ആചാരങ്ങൾ, കാര്യങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ മലയാളീസ് മാത്രമല്ല, പല സ്റ്റേറ്റിൽ നിന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഓരോരുത്തരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണല്ലോ, അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷും കൂടെ പറയുന്ന ആളിൽ തപ്പി നടക്കുകയായിരുന്നു ഞാൻ. You are from Karnataka and your good name is? I'm Sapna Mohan. Sapna Mohan, okay. You come here often or this is the first time you're coming here? No, this is my fourth visit. Fourth now. visit? Yes. And how about your experience from this place? I've heard about the temple. A close friend of mine is a relative over here. So one day we were just discussing on certain issues and then he said, yeah, you must visit the temple. So it's a very nice place and we've seen a lot of positive changes happening over here. Okay. They kind of look into what is the biggest issue that we have and they ask us to do the prayers that runs for 41 days of chant. We see a lot of difference. I definitely saw a lot of difference in my business and personal. Yeah, okay. ഇറ്റ്സ് നൈസ്. ഓക്കെ. പുള്ളിക്കാരി പറയുന്നത് ഇവിടെ വന്നു 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത് ഇങ്ങനെ ഇവർക്ക് കുറേ ഇഷ്യൂസ് വീട്ടിൽ വന്നപ്പോൾ പേഴ്സണൽ ആൻഡ് ബിസിനസ് റിലേറ്റഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുന്നു. അങ്ങനെ വരികയും അതൊരു വിശ്വാസമാണ്. വന്നു പ്രാർത്ഥിച്ചു, ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് കാണുന്നു എന്നാണ് പറയുന്നത്. ലൈഫിലും ബിസിനസ്സും എല്ലാം ആയിട്ടൊരു മാറ്റങ്ങൾ ഒരുപാട് വരുന്നു. അതുകൊണ്ട് ഇറ്റ്സ് എ ഫോർത്ത് ടൈം. ഇങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഓരോരോ അനുഭവ കഥകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ താങ്ക് യു സോ മച്ച്. Thank you so much.
സാധാരണയായിട്ട് നമ്മൾ കുട്ടിച്ചാത്ത ഭഗവാനെ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ പലർക്കും അപ്രിഹെൻഷൻസ് ഉണ്ട്. അത് വീട്ടിൽ വെച്ച് പൂജിച്ച പ്രശ്നമാണ്, എപ്പോഴും പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. എനിവേ, പക്ഷെ നമ്മൾ ഏത് സ്ഥലത്ത് നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ദോഷങ്ങൾ മാറാൻ മാത്രം പ്രാർത്ഥിക്കുക, നമുക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ ഏത് ദൈവമാണെങ്കിലും അത് കനിഞ്ഞ് അരുളി തരും. അതിന് പകരം നമ്മൾ മറ്റൊരാൾക്ക് ദോഷം വരാനായിട്ടുള്ള പ്രാർത്ഥന ഒന്നും ചെയ്യരുത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും വന്ന് പ്രാർത്ഥിക്കുക, അയ്യോ എന്നെ ഇങ്ങനെ ചെയ്യണം, അതുകൊണ്ട് അവർക്കൊരു പണി കിട്ടട്ടെ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചാലാണ് അതിനൊരു റിവേഴ്സായിട്ടുള്ളൊരു ഇഫക്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ഒരു പോസിറ്റീവ് വൈബ്സിന് വേണ്ടി, നമുക്ക് നല്ലത് വരാൻ, നമ്മുടെ കഷ്ടതകൾ മാറ്റിത്തരാൻ, നമ്മളെ സഹായിക്കണേ, നമ്മളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ വളരെ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ വിഷ്ണുമായ ഭഗവാൻ. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നു. ഒരു 3-4 ആൾക്കാർ, അവർക്കൊന്നും ഒരു പക്ഷേ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ കുറേ പേരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, എന്തുകൊണ്ട് വരുന്നു, നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി ലൈഫിൽ എന്നൊക്കെ. അപ്പോൾ അവരെല്ലാം പറയുന്നത് പെട്ടെന്നുള്ളൊരു പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാം അവരുടെ തന്നെ പ്രശ്നങ്ങൾ ഒന്ന് മാറ്റി കിട്ടാനും സഹായിക്കാനും വന്ന് പ്രാർത്ഥിച്ചാണ് എപ്പോഴും പ്രാർത്ഥനയോടുകൂടി നടക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് എപ്പോഴും ഏത് ദൈവത്തിനെയാണെങ്കിലും ഉള്ളിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും. പിന്നെ എത്തിസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. അങ്ങനെയുള്ള ആൾക്കാർ കേൾക്കാനല്ല ഞാനിത് സംസാരിക്കുന്നത്. ജനറലായിട്ട് ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ഒരു ഇവിടുത്തെ ഐതിഹ്യവും ഇവിടുത്തെ ആചാരങ്ങളും കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണണം, അത് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നത്. പ്രാർത്ഥനയോടുകൂടി തന്നെ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകണം, ഭക്ഷണമൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ അമാവാസി ദിവസമാണ്. അപ്പോൾ ആ പൂജയും കൂടിയൊക്കെ കണ്ടിട്ട് പോകാം, ശക്തി പൂജ. ഇതാണ് ഈ ക്ഷേത്രത്തിലെ തിടപ്പള്ളി, അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം. ഭഗവാനുള്ള നിവേദ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ അമാവാസ്യയുണ്ട്, കൂടുതൽ വിഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഉച്ചപൂജയ്ക്കുള്ള വിഭവങ്ങൾ, വൈകുന്നേരത്തെ പൂജ, എല്ലാത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്ന സ്ഥലമാണ് തിടപ്പള്ളി. നോക്കാം അല്ലേ. അപ്പോൾ ഭഗവാനുള്ള നിവേദ്യ കാര്യങ്ങളാണ്. ഇതിപ്പോൾ എന്തൊക്കെയാണ് വരിക? അട. അകത്ത് തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള അട. ജീരകം ഇടും. ഓക്കെ. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ അപ്പാണ് കള്ളപ്പം. ശർക്കര ചേർത്തിട്ട്, ശർക്കരയും കള്ളും മധുരം ഉള്ളിയൊക്കെ കൂടി ഇട്ടിട്ടുള്ളൊരു അപ്പം. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഓ, ഇതിന് കള്ളപ്പം എന്നാണ് പറയുന്നത്. നെയ്യപ്പം പോലെ തോന്നും അല്ലേ കള്ളപ്പം? കള്ളൊഴിച്ചിട്ട് അരി, ശർക്കര, ചെറിയ ഉള്ളി, നാളികേരം അത് ഓക്കെ ഉണ്ടാക്കണം അപ്പം. ഓക്കെ, അതായത് കുറച്ച് എണ്ണ ഒഴിക്കുള്ളൂ അല്ലേ? ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതേതുപോലെ, എന്നിട്ട് മാവ് കോരി ഒഴിക്കും. കുറച്ച് നേരം കൂട്ടി വെക്കും, നന്നായി നിർത്തിയതിന് ശേഷം. ഇത് എത്ര നേരം മുമ്പ് അത് ഉണ്ടാക്കി വെക്കണം? മാവ് 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ കൂട്ടി വെക്കണം. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ പലഹാരങ്ങളാണ്, വിഷ്ണുമായയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങളാണ്. ഓക്കെ. അതുപോലെ അട ഉണ്ടാക്കണത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. എത്രത്തോളം ഉണ്ടാക്കി? ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഓട്ടട പോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തേങ്ങയും ശർക്കരയും അകത്ത് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കുകയാണ് ചട്ടിയിൽ. ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം, നല്ല വിറകടുപ്പിൽ. ഇത് തന്നെയാണ് വിഷ്ണുവായ ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഓട്ടട പോലെ ഇങ്ങനെ ചുട്ട് എടുത്തിട്ട് അതിൻ്റെ ഇല മാറ്റിയിട്ട് ഇതുപോലെ വയ്ക്കും. ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് സ്ത്രീകളാണ് ഈ ഭാഗത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കുകയാണ്. ചമ്പാവലിയിലാണ് ഇത്. ചിരട്ടപ്പുട്ട് പോലെയാണ്. ചിരട്ടകളിൽ നിറച്ചിട്ട് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം. ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മാവാണ്, പുറത്തുനിന്ന് വാങ്ങണമൊന്നുമല്ല. അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കി. ഇതിനോടൊപ്പമാണ് ചിക്കൻ്റെ, കോഴി കൊണ്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടാക്കും. ആ കോഴി കൊണ്ടുള്ള വിഭവവും ഇതും കൂടി ചേർത്തിട്ടാണ് ഭഗവാന് നേദിക്കുന്നത്. വൈകുന്നേരം ഇന്നത്തെ സ്പെഷ്യൽ പൂജയ്ക്കാണ്, ശക്തി പൂജയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇത് ഭഗവാനുള്ള നിവേദ്യമാണ്. അമാവാസി ദിവസം ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് അല്ലേ? അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉള്ളി, ചുവന്നുള്ളി. ചെറുതോ വലുതോ? സവാളയാണോ ചെറുത്? കുഞ്ഞുള്ളി. ഇതെല്ലാം ചതച്ചതാണ് അല്ലേ? മിക്സിയിൽ അരച്ചെടുത്തത്. ഓക്കെ. കറിവേപ്പില,
സ്പെഷ്യലായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണ്. ഇത് വിഷ്ണുവായിട്ട് അതാണ്, ഉപ്പ് പോലും നോക്കാൻ പാടില്ല. ഉപ്പ് കണക്ക്, ഒരു കൈക്കണക്കാണ്. ഉപ്പ് പോലും നോക്കാതെയാണ് നേദിക്കുക. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അതെ, അവർ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കണക്കുമില്ല. വിഷ്ണുമായ ഭഗവാനെ സ്ത്രീകൾ പാചകം ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലേ? നല്ല വൃത്തിയും ശുദ്ധിയുമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. എത്ര വർഷമായി ഇപ്പോൾ? 26-27 വർഷമായിട്ട് ഇവിടെ പാചകപ്പുരയിൽ ഉണ്ട് അല്ലേ? ഭഗവാനുള്ള നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ എല്ലാം ലീഡ് ചെയ്യുന്ന ആളാണ്. പേരെന്തായിരുന്നു? വത്സല ചേച്ചിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മെയിനായിട്ട്. എന്താ പേര്? സാവിത്രി. ഓക്കെ, അങ്ങനെ 2 പേരാണ് ഇവിടുത്തെ കാര്യങ്ങൾ മെയിനായിട്ട്. പിന്നെ വേറെ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ കുടുംബത്തിലെ അംഗങ്ങളും ഉണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതൊരു കൈക്കണക്കാണ്, കാര്യം ഇത് ഉപ്പ് നോക്കാൻ പറ്റില്ല, ഭഗവാന് കൊടുക്കാനുള്ള കാര്യമായതുകൊണ്ട് അല്ലേ? അപ്പോൾ ഒരു കണക്കാണ്. ഇത് 27 വർഷമായിട്ട് ചെയ്യുന്ന ആളല്ലേ, പിന്നെ കണക്കെല്ലാം കൃത്യമായിരിക്കും. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പാകത്തിന് മൂത്ത് തുടങ്ങി. ഇഞ്ചി, വെളുത്തുള്ളി ഇതിൽ ചേർക്കില്ല. ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി അരച്ചത്, ഈ 3 കാര്യങ്ങളും, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ. ഇനി എന്താ ചേർക്കാൻ പോണേ? മല്ലിപ്പൊടി. ഇതെല്ലാം ഇവിടെ തന്നെ അവർ ഉണക്കി പൊടിക്കുന്നതാണ്. എല്ലാം കൈക്കണക്കാണ്, അത് കാരണം ഒരു മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ മുളക് പൊടിയെക്കാട്ടി കൂടുതൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. കാര്യം പച്ചമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടി അത്രയും ചേർക്കില്ല. മല്ലിപ്പൊടി കൂടുതൽ ചേർക്കും. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് മുളക് പൊടി ചേർക്കും. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെ പാചകമാണ് കാണുന്നത്. അതുപോലെ വിഷ്ണുമായ ടെമ്പിളിലെ ഭഗവാന് ഇഷ്ടമുള്ള ഭക്ഷണം. മൂത്ത് മണമൊക്കെ വന്നു തുടങ്ങി മല്ലിപ്പൊടിയുടെ. ഇനിയാണ് മുളക് പൊടി ചേർക്കുക. ആ മണം വന്നിട്ട് മാത്രമേ മുളക് പൊടി ചേർക്കൂ. മുളക് പൊടി തട്ടി തുടങ്ങി. മല്ലിപ്പൊടിയുടെ അത്ര ഇടില്ല, അതിനെക്കാട്ടിലും കുറച്ച്. ഇനി അതും ഒന്ന് മൂക്കുന്നു. അതാണ് അതിനകത്തേക്ക് ഇനി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു നോൺ സ്റ്റോപ്പായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ആദ്യം തൊട്ടേ, അല്ലെങ്കിൽ അടിക്കി പിടിക്കുകയൊക്കെ ചെയ്യണം. ഒരു ഫിസിക്കൽ ലേബറാണ് കൂടുതലായിട്ട് ഇതിൽ വരുന്നത്. ഇനി തേങ്ങ കൊത്ത് ചേർക്കും നിറച്ച്. ഏകദേശം ഒരു 35 കിലോ കോഴിയിറച്ചിയുണ്ട്. വൈകുന്നേരത്തെ പൂജയുടെ ആവശ്യമാണ്. ഇന്ന് അമാവാസ്യ ആയതുകൊണ്ട് കൂടുതൽ ഭക്തജനങ്ങൾ വരും. പിന്നെ ഏകദേശം ഒരു 100-ൽ കൂടുതൽ ആൾക്കാരുടെ നേർച്ചയുണ്ട്, അവരുടെ വഴിപാടാണ്. അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ടാണിത് ചെയ്യുന്നത്. വരുന്ന ഭക്തർക്കെല്ലാം ഇത് പ്രസാദമായിട്ട് നേദിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ പുട്ടാണ് പ്രസാദം. 30ഓളം തെങ്ങയുണ്ട്. ഇനി അടുത്ത മഞ്ഞൾപ്പൊടി ഇടുന്ന സ്റ്റേജായി. അങ്ങനെ സ്ത്രീകളുടെ പാചകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പാരമ്പര്യമായിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഭർത്താവ് ഉണ്ടായിരുന്നോ? രാമോരേട്ടനും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരുന്നു, സഹായിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം അദ്ദേഹത്തിന് വയ്യ, അപ്പോൾ ഭാര്യ ഒറ്റയ്ക്ക് ചെയ്യുന്നു. കൂടെ ആളുണ്ട്, അടുത്ത ആൾ ട്രെയിനിങ്. ഇത് ഏകദേശമൊക്കെ ആയി വരുന്നു. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കും അല്ലേ? ആ ഇതിൽ കിടന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കിടന്ന് വെന്ത് പറ്റി സെറ്റായി വരും. അതാണ് ഇവിടുത്തെ പ്രസാദം. പ്രത്യേകിച്ച് ഇതിന് കോഴി പെരട്ടെന്നോ കോഴിക്കറിയെന്നോ അങ്ങനെയൊന്നും പറയാറില്ല. സ്വാമിയുടെ നേദ്യം എന്ന് മാത്രമേ പറയുള്ളൂ. അതായത് പുട്ടും അതിനോടൊപ്പം കൊടുക്കുന്ന പ്രസാദം പോലെയാണ് ഇത് രണ്ടും. കുറച്ച് ശാരീരിക അധ്വാനം വേണ്ട കാര്യമാണ്. കോഴിയും കൂടി ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്കും എല്ലാം പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണിത്. നാടൻ കോഴി ആയതുകൊണ്ട് ഇതിൽ നിന്നും അങ്ങനെ വെള്ളം ഇറങ്ങി വരില്ലല്ലോ, അതുകൊണ്ട് അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വേകണം അല്ലേ? വെന്ത പാകത്തിന് വറ്റി വരണ്ട് ഇങ്ങനെ വരും. അതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിൽ കുരുമുളക് പൊടിയും ചേർക്കും അല്ലേ? കുറച്ച് ലാസ്റ്റ് വരുമ്പോൾ കുരുമുളക് പൊടി, വേറെ ഒന്നും ചേർക്കില്ല. നോ മസാലാസ്, ഗരം മസാലയുടെ ഒരു പരിപാടിയില്ല, ചേർക്കണില്ല, ഒന്നും ചെയ്യില്ല. ഇത് കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ വെന്ത വറ്റി നല്ലൊരു വരണ്ട പാകത്തിലായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വിഷ്ണുമായ ഭഗവാന് നേരിടുന്ന പ്രധാനപ്പെട്ട വിഭവം, ഇഷ്ടമുള്ള വിഭവം, പുട്ടും ഈ ഇറച്ചി. അപ്പോൾ ഇതന്നെ വൈകുന്നേരമാണ് ഈ നേദ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നേദിച്ച് കഴിഞ്ഞിട്ട് ഭക്തർക്കെല്ലാം വിതരണം ചെയ്യും. ഓക്കെ, പ്രസാദമായിട്ട്. അപ്പോൾ ഇത്ര നേരം ക്ഷമയോടുകൂടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന 2 പേരാണ് ഇവിടെ. വത്സല ചേച്ചി ആൻഡ് അസിസ്റ്റൻറ്റ് സാവിത്രി. അതന്നെ സാവിത്രി ചേച്ചി. അപ്പോൾ ഇവർ 2 ആളും കൂടിയാണ്
ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു, വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളാണ്. അതെ, വിഷ്ണുമായ ഭഗവാന് തമുക്ക് എന്ന് പറഞ്ഞൊരു ഉത്സവ സമയത്ത് ഉണ്ടാക്കുക. അത് ഈ വത്സല ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതിൻ്റെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞു. മഹാവിഷ്ണുമായേ महिषाधिरूढदेवा महाविष्णुमाये महिषाधिरूढदेवा കാനാടിക്കാവ് ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് ക്ഷേത്രം. വൈകുന്നേരം സമയമായി, അപ്പോൾ ദീപാലങ്കാരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് വേറൊരു ഫീലാണ് ഇവിടെ. ഈ വൈകുന്നേരത്തെ പൂജയും കൂടി നമ്മൾ കാണാനും പ്രാർത്ഥിക്കാനുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇത് അമാവാസി ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പൂജ, ശക്തി പൂജയുണ്ട്, അമാവാസി പൂജ, ഇതെല്ലാം വളരെ വളരെ പ്രധാനം. അപ്പോൾ എന്നോടൊപ്പം കണ്ണാടിക്കാവിലെ മഠാധിപതിയുടെ രണ്ടാമത്തെ ഡോട്ടറിൻലോ, മരുമകളാണ്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ. ഈ പരിസരമൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കാണുമായിരുന്നു. 7 മണിയുടെ പൂജയ്ക്കകത്ത് കയറുന്നതിന് മുന്നേ ഈ ഒരു പ്രൊമൈസസ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഈ ലൈറ്റ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈവനിങ് ടൈം എത്ര രസകരമായിരിക്കുന്നു ഈ പരിസരമൊക്കെ. അപ്പോൾ ഇങ്ങനെ കലശത്തിൽ വന്ന് കൽപ്പന പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, വെളിച്ചപ്പാട് മാതിരി. ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് ഏറ്റവും ഇളയ മകനാണ്, 4ാമത്തെ സൺ. ഇത് 2ാമത്തെ സണ്ണിൻ്റെ വൈഫ്. എല്ലാ ആൺമക്കളുടെയും അവർ 4 പേര് മാറി മാറി ഇങ്ങനെ കലശം വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. ഓരോരുത്തരും ഓരോ ദിവസങ്ങളിൽ വരും. പിന്നെ അതുപോലെ ഇവരുടെ എല്ലാ ഭാര്യമാരും എല്ലാത്തിലും ഇൻവോൾവ് ആണ്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അന്നദാനം, അവിടെ ഒരാൾ ഇന്ന് ഞാൻ മീറ്റ് ചെയ്തു. പിന്നെ ഉണ്ടാക്കുന്ന ഭാഗത്ത്, ആ ഭാഗത്ത് പ്രസാദമൊക്കെ ഉണ്ടാക്കുന്ന ഭാഗം, അവിടെയും ഒരാളുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പുറത്തുനിന്നുള്ള ആൾക്കാരല്ല പൂജാരികളായിട്ട് നിൽക്കുന്നത്, അവരുടെ ഫാമിലിക്കകത്ത് തന്നെയാണ്. അതാണ് ഒരു നിഷ്ഠയും ചിട്ടയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈറ്റ് സീയിങ് പോലെ ഇങ്ങനെ പുറത്തൊക്കെ ഉള്ള കാഴ്ച, ഈവനിങ് ടൈം ഒരുപാട് ഭക്തജനങ്ങൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിലൂടെ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നിറച്ച് തിരക്കായിരിക്കും, എങ്കിൽ ആ പൂജയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ, പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ വിശ്വാസമുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇവിടെ വന്ന് ഭഗവാനോട് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസം കൂടുന്നു, വീണ്ടും വീണ്ടും അവർ വരുന്നു. അവരുടെ സുഹൃത്തുക്കളെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരും വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഖ്യാതി ഇങ്ങനെ എല്ലാ ദേശത്തേക്കും ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇൻസൈഡ് ഔട്ട്സൈഡ് എന്ന് പറയാം. ഇന്ത്യക്ക് അകത്തും പുറത്തുമൊക്കെ വ്യാപകമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് അറിവുണ്ട് ഇപ്പോൾ എല്ലാവർക്കും. ഏതൊക്കെ നോക്കി നല്ല രസമല്ലേ. കാനാടിക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള മനോഹരമായ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫ്രണ്ടിലൊരു കുളമുണ്ട്. ആ കുളവും ഈ ക്ഷേത്രത്തിൻ്റെ റിഫ്ലക്ഷൻ ഈ കുളത്തിൽ കാണാം. വൈകുന്നേരങ്ങളിൽ ഈ ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ വന്നിരിക്കാനും ഭഗവാനെ തൊഴാൻ വരുന്നതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള നല്ല രീതിയിലാണിത് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നതും ഒക്കെ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. നിറച്ച് മീനൊക്കെ ഉള്ള കുളമാണെന്നാണ് പറഞ്ഞേ.
കാനാടിക്കാവ് ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നതും ഈ ഒരു തറവാടിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിലെ മഠാധിപതിയും അദ്ദേഹത്തിൻ്റെ മക്കളെയും മരുമക്കളെയൊക്കെ പരിചയപ്പെട്ടു. ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നു, സെക്കൻഡ് ഡോട്ടറിലോ. അവരുടെ മകളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. മോളുടെ പേര് ശിവലയ. ഓക്കെ, ഈ മോള് നല്ല എന്താ പറയുക, നമ്മുടെ യൂട്യൂബൊക്കെ ഇപ്പോഴേ കാണുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ? കുക്കിംഗ് വ്ളോഗ്സ് കാണും. മോളെ ഏത് ക്ലാസ്സിലാണ്? 4th സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ശിവലയ മോളെ പരിചയപ്പെട്ടു. വളരെ സ്വീറ്റ് ഒരു ക്യൂട്ട് മോളാണ്, സുന്ദരി മോള്. ഓക്കെ, അപ്പോൾ സന്തോഷമായി. മോൾക്ക് ഭയങ്കര ഹാപ്പിയായി നമ്മളിവിടെ വന്നപ്പോൾ കാണുകയൊക്കെ ചെയ്തപ്പോൾ. എനിക്ക് തോന്നി നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവിടെ സമയമായി പൂജയുടെ. ഇപ്പോൾ ശക്തി പൂജയാണ് അല്ലേ മോളെ? ശക്തി പൂജ. ഓക്കെ, അതിനപ്പോൾ കരുശക്തിയാണ് ഇപ്പോൾ ഓരോ ഭക്തരെയും വിളിച്ചിട്ട് ഇങ്ങനെ ടോക്കൺ നമ്പർ അനുസരിച്ചിട്ട് കൊടുക്കും. അതിനായിട്ടൊരു നീണ്ട ക്യൂ തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം പ്രസാദവും ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ 390 കുട്ടിച്ചാത്തന്മാരുടെ ആ ഭാഗത്ത് പോയി ഒഴിഞ്ഞിടണം. അതാണ് ചടങ്ങ്. പകുതിയോടെ കുട്ടിച്ചാത്തന്മാരോട് പകുതി വീട്ടിലൊന്ന് ഒഴിഞ്ഞ് വീടിൻ്റെ വടക്കേ അതിർത്തി പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പോയി കുറച്ച് സൂക്ഷിക്കണം. പകുതി ഇതുപോലെ തന്നെ ഒഴിഞ്ഞിട്ട് വീടിന് 3 പ്രാവശ്യം ചുറ്റിയിട്ട് വടക്കേ അതിര് കടത്തി പുറത്തേക്ക് വിടുക. ഇത് സ്വാമിക്ക് ചാർത്തിയ ചന്ദനം. അപ്പോൾ പൂജ കഴിഞ്ഞുള്ള പ്രസാദം ഇവിടെ വച്ച് കഴിച്ചിട്ട് പോകുന്നവരുണ്ട്, അല്ലാണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പാഴ്സലാക്കി കൊടുത്തു വിടും. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് സെക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്നാണ് വാങ്ങിയിട്ട് പോണത്. ഇതെല്ലാം വിഷ്ണുമായ സ്വാമിക്ക് നിവേദിച്ചതാണ്. അപ്പോൾ 2 ചിരട്ടപ്പൊട്ട് പോലെ 2 എണ്ണം, 2 3 ഒക്കെ വെക്കും അല്ലേ? പിന്നെ ഉണ്ണിയപ്പം വെക്കും, കുറച്ച് കൂടുതൽ വെക്കും ഇങ്ങനെ പാഴ്സലായിട്ട് കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ കള്ളപ്പം, പിന്നെ ഓട്ടട, പിന്നെ പപ്പടം, ഇത് പായസം. അത് ഇതിനകത്ത് കൊടുക്കുമോ? ഇല്ല, ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ട്. പിന്നെ ഇതാണ് നിവേദ്യം, പ്രധാനമായിട്ട് നോൺ വെജ് ഇറച്ചിയുടെ കൂട്ട്, അതും കൊടുക്കും. ഇറച്ചിയാണത്, അതും ഇതിനകത്ത് വരും. ഇങ്ങനെ പാഴ്സലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി അവിടുന്ന് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ പാക്കറ്റ്സ് മേടിച്ചിട്ട് പോകുന്നത്. ഇതാണ് എല്ലാം നിറച്ചിട്ടുള്ള പാഴ്സൽ. ഇതാണ് അവർ കൊടുക്കുന്നത്. പാക്കിംഗ് സെക്ഷൻ ഇവിടെ വളരെ സജീവമാണ്. അതെല്ലാം ദ്രുതഗതിയിൽ നടക്കുന്നു. സീനിയർ മോസ്റ്റ് ആളാണ് ശ്രീ ഗോകുൽ. ഇവരെങ്ങനെ പാക്ക് ചെയ്ത് ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഗോകുലാണ് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാരുടെ ടോക്കൺ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു പൊതി അങ്ങോട്ട് കൊടുക്കും. ഒരു പൊതിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടല്ലോ, എന്തൊക്കെ പ്രസാദമാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതുപോലൊരു പാഴ്സലാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു പാഴ്സൽ കൊണ്ടുവന്നു, എൻ്റെ പ്രസാദം. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഊട്ടുപുരയ്ക്കകത്ത് വന്നിരുന്ന് കഴിക്കാം. കുറേ ആൾക്കാർ ഇരുന്ന് കഴിച്ചിട്ട് പോകുന്നവരുണ്ട്, കുറേ പേരെ കൊണ്ടുപോകും. ഇതിനകത്ത് ഇതിപ്പോൾ വേണം എന്നുള്ളവർക്ക് ചോദിച്ചാൽ ഇതുപോലെ അരി അകത്ത്
നേദിച്ച പ്രസാദമായിട്ട് അരിപ്പായസവും പഴം ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കും കേട്ടോ, ഈ ഇറച്ചിയുടെയൊക്കെ പ്രസാദവും എല്ലാം. പിന്നെ അപ്പം ഇതിപ്പോൾ എനിക്ക് 2 തന്നു ഡബിൾ. ചിലപ്പോൾ കൂടുതൽ വയ്ക്കും, ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ എക്സ്ട്രാ തരും. ഇത് ഓട്ടട, ഉണ്ണിയപ്പം, പുട്ട്. ഇവിടെ തന്നെ പൊടിപ്പിച്ച് മാവിലുണ്ടാക്കുന്നതാണ് പുട്ട്. ഇനി ഇത് കഴിക്കാം. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവർക്കാണെങ്കിലും ഒരുപാട് ലാവിഷായിട്ട് കിട്ടും. ഇതിപ്പോൾ ഓട്ടട, അടിപൊളി. ചുട്ടെടുക്കല്ലേ ചെയ്യുന്നത്, നമ്മളിതിൻ്റെ മേക്കിങ് കണ്ടതാണ്. ശർക്കര, തേങ്ങ, ജീരകമുണ്ട്, നല്ല ജീരകം. എനിക്ക് കഴിക്കണം എന്ന് തോന്നിയൊരു കാര്യമുണ്ട്, കഴിച്ചിട്ടില്ലാത്ത പുതുമയുള്ളൊരു പലഹാരമാണ്. ഇതാണ് കള്ളപ്പം. ഇത് കള്ള് ചേർത്തുണ്ടാക്കുന്നതാണ്. കള്ള്, മഞ്ഞൾപ്പൊടി, അരിമാവ്, ജീരകം, ഏലക്കാപ്പൊടി, ശർക്കര ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാകും. കൊച്ചുള്ളിയും ചേർക്കും, ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇതെല്ലാം തന്നെ വിഷ്ണുമായ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ഇതാണ് ഇവിടെ നിവേദിക്കുന്നത്. അതെല്ലാം നേദിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. ഉണ്ണിയപ്പത്തിനും പ്രത്യേകതയുണ്ട്, നെയ്യിലാണ് ഉണ്ണിയപ്പം ചൂടുന്നത്, എണ്ണയിലല്ല. നല്ല നെയ്യുടെ മണം, ഗംഭീരം. പ്യുവർ ഗീ ഉണ്ണിയപ്പം. ചിക്കൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കണ്ടുല്ലോ, നാടൻ കോഴി നിർബന്ധമാണ്. ഒരുപാട് ക്ഷേത്രങ്ങൾ നോർത്ത് കേരളയിൽ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറച്ചിയെല്ലാം കൂട്ടി നേദിക്കാറുണ്ട്, അങ്ങനെ അമ്പലങ്ങളിൽ. അതുപോലെയാണിതും. ഗംഭീരമാണ്. ഒരു ഉപ്പ് പോലും നോക്കാതെ കേട്ടോ ഉണ്ടാക്കുന്നത്, കറക്റ്റാണ് ഏകദേശം. വയറ് നിറഞ്ഞ എക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ഇത് വീട്ടിലേക്ക് ആൾക്കാർക്ക് കൊണ്ടുപോയിട്ട് ഒരു കുടുംബം മുഴുവൻ കഴിച്ചാൽ അതിനുള്ളതുണ്ട് ഇവിടുത്തെ പ്രസാദം. ഇപ്പോൾ എല്ലാം വ്യത്യസ്തമായ അനുഭവം, വ്യത്യസ്തമായ ഓരോരോ കാഴ്ചകൾ. നമ്മൾ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണല്ലോ, വിശ്വാസം, കാര്യങ്ങൾ. അപ്പോൾ പല രീതിയിലുള്ള ആചാരങ്ങൾ നമ്മൾ കാണും, അതിൻ്റെ ഭാഗമാകും. എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ രാത്രിത്തെ ശക്തി പൂജയും എല്ലാം കഴിഞ്ഞു, എല്ലാ മംഗളമായി പ്രാർത്ഥിച്ചു, എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ മഠാധിപനോട് യാത്ര പറഞ്ഞു പോവുകയാണ്. താങ്ക് യു.